നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിശക്തമായ തൊടുകുറി ശാസ്ത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ തൊടുകുറി വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അതിശക്തമായ 2 ആയുധങ്ങളാണ്. അതിലൊന്നാമത്തേത് വേയിൽ അഥവാ ശൂലം, അതായത് രണ്ടാമത്തേത് തൃശൂലം അഥവാ ട്രിപ്പിൾ വേൽ എന്ന് പറയും. കാരണം 3 ശൂലത്തിൻ്റെ ശക്തി ഈ ഒരു തൃശൂലത്തിനുണ്ട്. ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ചില ഫലങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പല രീതിയിലും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് തൊടുകുറി ഫലത്തിലേക്ക് പോകാം. ഇവിടെ ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ആദ്യം കാണിച്ചിരിക്കുന്നത് മുരുകൻ്റെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വേലാണ്. രണ്ടാമത് ശ്രീ മഹാദേവൻ്റെ തൃശൂലാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതിൽ നിന്നും ഒരു വേൽ അല്ലെങ്കിൽ തൃശൂലം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ആകർഷിക്കുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യുക. പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട, നിങ്ങളുടെ മനസ്സിൽ കടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം, നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടണം, അല്ലെങ്കിൽ മനസ്സിൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു ടെൻഷൻസ് ഏതാണ് അതെല്ലാം മാറി നല്ലൊരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ആവശ്യം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളിൽ നിന്ന് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറുകളോ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത്ര സമയം കൊണ്ട് വേലാണെങ്കിലും അല്ലെങ്കിൽ തൃശ്ശൂലാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഒരു തൊടുകുറി ഫലങ്ങൾ നമുക്ക് കേൾക്കാം. ചിത്രത്തിൽ കാണിച്ച ശൂലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഒരു കഥയും ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ. ഏത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിയായ താല്പര്യവും ഉത്സാഹമൊക്കെ കാണിക്കും. പക്ഷേ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലൊക്കെ വരണ സമയത്ത് പൂർത്തിയാക്കുന്നതും അന്തിമ ഘട്ടത്തിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ ജീവിതമായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ കൃത്യമായി നിശ്ചയിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങളത് ചെയ്തിട്ട് അവസാന നിമിഷത്തിൽ നിന്നും സാധിച്ചില്ലെന്ന് വരും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അനുഭവഫലം മറ്റവർക്ക് ആർക്കെങ്കിലും അത് കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ ഗുണങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ഏറ്റെടുക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ കാര്യവും ഇങ്ങനെ നടക്കുക എന്നല്ല കേട്ടോ, ചില കാര്യങ്ങൾ മാത്രം. പകരം പ്രധാനപ്പെട്ട എന്ത് കാര്യവും ഇത് എനിക്ക് കിട്ടണം എന്ന് തന്നെ കിട്ടണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തൊടുകുറി ഫലത്തിൽ പറയുന്നത്, നിങ്ങൾ അടുത്തിടെയായി ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ അങ്ങ് പോയിട്ട് ജീവിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഉറച്ച് തീരുമാനങ്ങളൊക്കെ നടത്തണം, നേരായ രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ സ്വയം നമുക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ കാരണം ഒന്നുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, തീർച്ചയായും ഇതുവരെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇനി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. പറയാൻ കാരണം, ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇഷ്ടദൈവത്തിൻ്റെ ആ ഒരു കൈത്താങ്ങ് ഉള്ളത് കൊണ്ട് ആ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് നടന്നു കിട്ടാനായിട്ട് സാധിക്കും. ഇത് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നതാണ്. ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് മേഖലയിലും ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിചലിക്കുന്നതാണ്. ഈ പറഞ്ഞ വിധം നിങ്ങൾക്ക് വ്യതിചലിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മുറുകെ പിടിക്കുക. ഇപ്രകാരം ഇങ്ങനെ ഭഗവാനെ മുറുകെ പിടിച്ചാൽ മാത്രമേ ഏത് കാര്യത്തിലും ഭയം കൂടാതെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അഥവാ നിങ്ങളുടെ ജീവിതയാത്രയിൽ പിടിവിട്ടു പോയാലും ദൈവം കൈവിടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ വേൽ തിരഞ്ഞെടുക്കുന്നവരുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ രണ്ടാമത്തെ ആ തൃശ്ശൂലം തിരഞ്ഞെടുക്കുന്നവരുടെ തൊടുകുറി ഫലങ്ങൾ നമുക്ക് പറയാം. നിങ്ങൾക്ക് വേണ്ടി അടുത്തതായി എടുത്ത് പറയേണ്ടത് ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതുവരെയും ജീവിതത്തിൽ പിടിച്ചുനിന്നത്. അത് എന്തുകൊണ്ടെന്നാൽ, നമ്മൾ ആദ്യം തൊടുകുറി ഫലം പറഞ്ഞ ആ വേൽ തിരഞ്ഞെടുത്ത വ്യക്തികളിൽ നിന്നും ഓപ്പോസിറ്റാണ് ഈ നിങ്ങളുടെ രീതി. അതായത് നിങ്ങൾ എത്ര വലിയ തകർച്ചയിലും വീണു പോയാലും ശരി, അതിൽ നിന്നുമുള്ള നിങ്ങളുടെ ആ ശുഭാപ്തി വിശ്വാസം കൊണ്ട് നിങ്ങളത് പൊടി തട്ടിയെല്ലാം എഴുന്നേറ്റ് വരും.
അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ നിങ്ങളെ ഒരു രീതിയിലും തളർത്തില്ല എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ന്യൂനത എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ആ ഒരു കവചം നിങ്ങളിൽ തന്നെ ഉണ്ട്. പക്ഷേ ആ കവചം നിങ്ങൾ വേറെ വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കവചം നിങ്ങൾ മറന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ആ കവചം നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം ഒരു അസാമാന്യ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷേ ആ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരും അല്ല. എന്ന് മുതൽക്കാണോ മഹാദേവ കവചം നിങ്ങളിൽ ഉണർന്നു കിടക്കുന്നത്, അന്ന് മുതൽ നിങ്ങൾ എവിടെ പോയി തൊടുന്നുവോ അവിടെയെല്ലാം വിജയിച്ചിരിക്കും. മാത്രമല്ല ദുഃഖത്തിൻ്റെ ഒരു കണിക പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ശേഷിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പടി എന്നുള്ളത് ഈ കവചം നിങ്ങളിലേക്ക് വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് ശിവഭഗവാന്റെ ആ ഒരു സഹസ്രനാമങ്ങൾ ജപിക്കുക, തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഒരുപോലെ തന്നെ രണ്ടും ഫലപ്രദമാണ് കേട്ടോ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല മനസ്സറിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രസ്തുത കവചം ഉണർത്തിയെടുക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴി പറയാൻ കാരണം പ്രപഞ്ചശക്തിയെ ഉണർത്തുന്നത് പ്രാർത്ഥന കൊണ്ടാണ്, അല്ലാതെ വഴിപാട് കഴിച്ചിട്ടല്ല. അപ്പോൾ വഴിപാട് കഴിക്കുന്ന അവരവരുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആശ്വാസം ഉറപ്പായിട്ടും കിട്ടും, അതിലൊരു തർക്കമില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. നമ്മൾ ചിലപ്പോൾ വഴിപാട് കഴിച്ചാൽ നടക്കുമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയുടെ ചൈതന്യത്തെ ഉണർത്തിയെടുക്കണം. അങ്ങനെ ഉണർത്തിയെടുക്കാൻ അത് സാധിച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ഒരു പക്ഷേ പൂർണ്ണമായിട്ട് നടന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സംതൃപ്തി വരുന്ന രീതിയിൽ ഭഗവാൻ അത് നടത്തി തന്നിരിക്കും. ഇവിടെ ഭഗവാൻ എന്ന് ഉദ്ദേശിച്ച് പ്രപഞ്ചശക്തിയാണ്. കാരണം പ്രപഞ്ചശക്തി പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു എന്നത് എപ്രകാരമാണോ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവമായ ഭഗവാൻ അഥവാ പ്രപഞ്ചശക്തി ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അതിനെ പരിപൂർണമായിട്ട് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ ശനിയാഴ്ച തോറും നവഗ്രഹ പൂജ ചെയ്യണം. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും രുദ്രാഭിഷേകം നടത്തുന്നതും സുബ്രഹ്മണ്യന് പുഷ്പാഭിഷേകം, കളഭം ചാർത്തൽ തുടങ്ങിയ വിശേഷപ്പെട്ട പ്രധാനപ്പെട്ട പൂജകളും ചടങ്ങുകളും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും ഈ രണ്ടുപേരും, അതായത് നമ്മൾ ഒന്ന് തിരഞ്ഞെടുത്തവരും രണ്ട് തിരഞ്ഞെടുത്തവരും, നമ്മളെ രണ്ട് കൂട്ടർക്കും, അതായത് ഒന്ന് സെലക്ട് ചെയ്തവർക്കും രണ്ട് സെലക്ട് ചെയ്തവരും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ ഇരിക്കും. നന്ദി, നമസ്കാരം.